നമസ്കാരം. നമ്മളിന്നുള്ളത് തിരുനാവായൻ്റെയും തിരൂരിൻ്റെയും ഇടയിൽ കൊടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമുക്ക് ഒരു പഴമയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമാങ്കത്തിൻ്റെ സ്മാരകമായിട്ടുള്ള മരുന്നറ എന്ന സ്ഥലത്താണ്. മരുന്നറയുടെ ഒരു അവശേഷിക്കുന്ന സ്മാരകം അതിലൊന്നാണ് മരുന്നറ. അവിടെയാണുള്ളത്. ഇവിടെ സന്ദർശകർക്ക് സൗജന്യമാണ്. 9:30 മുതൽ 5 മണി വരെയാണ് സമയം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാൻ കാശൊന്നും ചിലവില്ല. ഇതിന് ചുറ്റുപാടുള്ള ആളുകൾക്കൊക്കെ കുറേ കുട്ടികൾക്കൊന്നും ഇപ്പോഴത്തെ ജനറേഷനൊന്നും അറിയാത്ത കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഉള്ളത് 5 ഉണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന മരുന്നറ. നിലപാട് തറ, മണിക്കിണർ, അതുപോലെ മുഴക്കാ മണ്ഡപം, അതുപോലെ ചങ്ങമ്പള്ളി കളരി, അങ്ങനെ 5 ഉണ്ട്. അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. നമ്മൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്നത് നേരെ മരുന്നറയിലേക്കാണ്. പോകുന്ന വഴികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പോകുമ്പോൾ കുറേ കണ്ടില്ലേ പടിക്കെട്ടുകൾ കണ്ടില്ലേ. ഈ പടിക്കെട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനത്തിലാണ് ഈ മരുന്നറ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടൊന്നുമില്ല, വലിയ സെറ്റപ്പൊന്നുമില്ല. എന്നാലും നമുക്ക് ഒരു പഴമയുടെ എന്ന് പറഞ്ഞാൽ ഒരു സ്മാരകമാണല്ലോ. അപ്പോൾ സ്മാരകത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഒരു ഇത് തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ പണ്ടത്തെ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം കാണാം എന്നുള്ള രീതിയിൽ നമുക്ക് വരാം. പക്ഷേ പ്രത്യേകിച്ച് വലിയ കാശൊന്നുമില്ല. അതുമാത്രമല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചരിത്രത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഇതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണം നന്നായിരിക്കും. നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവർ എത്രയും പേരുണ്ട്. കണ്ടല്ലേ, ഇത് ഇവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ്. നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ബോർഡിനകത്ത് ഇതിനുമായിട്ടുമായി ബന്ധപ്പെട്ട് വിശദമായ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അറിയാത്തവർ കൂടെ ഒന്ന് നോക്കിയിട്ട് മരുന്നറയെ കുറിച്ചിട്ട് വിശദമായ കാര്യങ്ങൾ ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനിതാ വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു ഇതാണ്. അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. ഇരിക്കാനായിട്ടുള്ളൊരു ഇരിപ്പിടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവുകളൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ സെക്യൂരിറ്റിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് പറയാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കണില്ല. അപ്പോൾ നമ്മൾ മരുന്നറയിലേക്കാണ് പോകുന്നത്. ഇതാ കണ്ടില്ലേ, താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ചെറിയൊരു ഇടനാഴി പോലെ വലയൊക്കെ ഇട്ട് മൂടിയിട്ട് ഞാൻ ആ വല പൊക്കി അകത്തേക്ക് നിങ്ങൾക്ക് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടല്ലേ, കല്ലിൽ ഇങ്ങനെ കൊത്തിയെടുത്തിട്ട് കല്ല് കൊത്തിയിട്ട് അതിനകത്തുനിന്ന് കണ്ടോ, അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് മരുന്നറ. ഇവിടെയാണ് മരുന്ന് സൂക്ഷിപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരുന്നത് ഇതിനകത്ത്. അപ്പോൾ ചെറിയൊരു സ്പേസ്, തീരെ സ്ഥലമില്ല. എന്നാലും അന്നത്തെ കാലത്ത് മാമാങ്കത്തിൽ അപകടം പറ്റുന്ന ആളുകൾക്ക് മരുന്ന് കൊടുക്കാനായിട്ടും മരുന്ന് എടുത്തു വെച്ചിരുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിരുന്ന ഇവിടെ എന്ന് പറയാം. അല്ലെങ്കിൽ മണിക്കിണറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. അത് മണിക്കിണറുമായിട്ടുള്ള അടുത്ത വീഡിയോ വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ അപകടം പറ്റിയ ആളുകളെ കൊണ്ടുവന്ന് അവർക്കുള്ള മരുന്നുകൾ കൊടുക്കുന്നതിനും അവരെ ശുശ്രൂഷിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇനിയും നമുക്ക് 4 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അടുത്ത വീഡിയോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള സ്ഥലം, ഇപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് കാണിച്ച മരുന്നറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് മാമാങ്കവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അവശേഷിക്കുന്ന പുരാവസ്തു, അവരുടെ ഇത് പ്രകാരം അവശേഷിക്കുന്ന 5 ഇതിൽ ഒന്നാണിത്. ഇത് മരുന്നറ. ഇവിടെ സന്ദർശകർക്ക് ഫ്രീ ആണ്.